നമസ്കാരം, ഞാൻ ഡോക്ടർ നിഷ എസ്തരൻ. നിഷാസ് എഡ്യൂക്കേഷൻ ഹബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. MG യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ BEdന് 2 വർഷത്തെ BEdനുള്ള ആപ്ലിക്കേഷൻ സ്വീകരിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടേതാണ്. ഇപ്പോൾ കമന്റ് ബോക്സിൽ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ എത്ര മാർക്കുണ്ടെങ്കിൽ അഡ്മിഷൻ കിട്ടും എന്നുള്ളതിനെ കുറിച്ചാണ്. ഏകദേശം എത്ര മാർക്കിനാണ് കഴിഞ്ഞ വർഷം ലാസ്റ്റ് അഡ്മിഷൻ നടന്നതെന്നും അതിന്റെ ഒരു അനാലിസിസുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ മാനേജ്മെന്റ് കോട്ടയിലേക്ക് നേരത്തെ തന്നെ ബുക്ക് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള സംശയങ്ങളും പലരും ചോദിക്കുന്നുണ്ട്. ഈ ഒരു മാർക്കിന്റെ ബേസിൽ വേണം നമുക്ക് അതിനുള്ള തീരുമാനം എടുക്കാനായിട്ട്. കഴിഞ്ഞ തവണ അപ്ലൈ ചെയ്ത അത്രയും തന്നെ കുട്ടികൾ ഈ വർഷവും അതിൽ കൂടുതലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം 2-3 വർഷങ്ങൾക്കുള്ളിൽ 2 വർഷത്തെ BEd സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനുള്ളിൽ 2 വർഷത്തെ BEd ചെയ്യേണ്ടുന്ന കുട്ടികൾ, അതായത് ഡിഗ്രി മാത്രം ഉള്ള കുട്ടികളൊക്കെ അല്ലെങ്കിൽ PG കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളൊക്കെ തന്നെ BEdന് അപ്ലൈ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് ഇത്തവണയും ആളുകളുടെ എണ്ണം അപ്ലൈ ചെയ്യുന്നത് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കടമ്പ തന്നെ ആയവാൻ സാധ്യതയുള്ളത് കൊണ്ടും എങ്ങനെയാണ് അഡ്മിഷന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കേണ്ടത് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇപ്പോൾ ഓരോ വിഷയത്തിനെയും ലാസ്റ്റ് അഡ്മിഷൻ നടന്ന മാർക്കുകളെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. കേരള യൂണിവേഴ്സിറ്റിയുടെ വിവിധ കോളേജുകളിൽ കഴിഞ്ഞ വർഷം നടന്ന BEd അഡ്മിഷൻ്റെ ഏറ്റവും അവസാനത്തെ ഇൻഡെക്സ് മാർക്കാണ് വിവിധ സബ്ജക്റ്റുകളിൽ നമ്മളിവിടെ കാണുന്നത്. 5 സബ്ജക്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, മാത്തമാറ്റിക്സ്, നാച്ചുറൽ സയൻസ്. ഇതിൽ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും, ഗവൺമെൻറ് കോളേജുകളിലെ മാർക്ക് ശ്രദ്ധിച്ചാൽ ഏറ്റവും ടോപ്പ് വന്നേക്കുന്നത് ആ മാർക്കാണ്. അതായത് ഒരു കുട്ടിക്കൊക്കെ മാത്രമേ സാധാരണ ഗവൺമെൻറ് കോളേജിലേക്ക് നമുക്ക് മെറിറ്റിൽ നിന്ന് അഡ്മിഷൻ വരുന്നുള്ളൂ, ജനറൽ കാറ്റഗറിയിൽ നിന്ന് വരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ റിസർവേഷനുകളാണ് 1-2 കുട്ടികൾക്ക് കൂടി കിട്ടുന്നത്. അപ്പോൾ ആകെ നമുക്ക് 906, 921, 998, 1000, 971 ഈ ഒരു റേഞ്ചിലാണ് നമ്മുടെ ഇൻഡെക്സ് മാർക്ക് വന്നിരിക്കുന്നത് വിവിധ സബ്ജക്റ്റുകളിൽ. കേരള യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് നമ്മുടെ പാർട്ട് 3യിലെ മാർക്കും അതിനോടൊപ്പം നമുക്ക് വെയിറ്റേജുകൾ കിട്ടുന്ന മാർക്കുമാണ് ആഡ് ചെയ്യുന്നത്. പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഇംഗ്ലീഷിൻ്റെ കാര്യം ആദ്യം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഗവൺമെൻറ് കോളേജിനോട് അടുത്ത് വരത്തക്ക രീതിയിൽ തന്നെ എയ്ഡഡ് കോളേജിലേക്കും മാർക്കുകൾ നമുക്ക് കാണാവുന്നതാണ്. എയ്ഡഡ് കോളേജിൻ്റെ സെക്ഷനിലേക്ക് വരുമ്പം 800 അവസാനം നടന്ന അഡ്മിഷൻ വന്നേക്കുന്നത്. അതുപോലെ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ 723 വന്നിട്ടുണ്ട്. അതുപോലെ യൂണിവേഴ്സിറ്റി സെൻറ്റേഴ്സിൽ 714 ലാസ്റ്റ് നടന്ന അഡ്മിഷൻ കാണുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് വളരെ കൃത്യമായി നമ്മൾ പരിശോധിച്ചാൽ ഏകദേശം 700-ന് മുകളിൽ ഇൻഡെക്സ് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു അഡ്മിഷൻ പോസിബിൾ ആവൂ. ഇത് അവസാനം നടക്കുന്ന അഡ്മിഷൻ ആയതുകൊണ്ട് തന്നെ ഇത് മിക്കവാറും സ്പോട്ട് അഡ്മിഷനിലൊക്കെ തീരെ കുറവായിരുന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം ചിലപ്പോൾ ഈ 714 അവസാനത്തെ വരുന്നത്. ബാക്കിയുള്ള കോളേജുകളുടെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 750 മാർക്ക് നമ്മൾ മിനിമം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അഡ്മിഷൻ സുഖമായിട്ട് കിട്ടൂ എന്നുള്ളത് ഒരു അസ്യൂം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഈ വർഷത്തെ കുട്ടികളുടെ എണ്ണവും അവരുടെ മാർക്കും ഒക്കെ തന്നെ ഇതിൽ ഒരുപാട് വേരിയേഷൻസ് വരുത്താം. എങ്കിലും ഒരു 750 മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിലെങ്കിലും നമുക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം മെറിറ്റ് സീറ്റിൽ. ഇനി അടുത്ത സബ്ജക്റ്റ് എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് ആണ്. സോഷ്യൽ സയൻസ് നോക്കുമ്പോൾ 921 ഗവൺമെൻറ് ട്രെയിനിങ് കോളേജിൽ അഡ്മിഷൻ നടന്നേക്കുന്നത് മെറിറ്റിലേക്ക്. അത് കഴിഞ്ഞ് എയ്ഡഡ് കോളേജിലേക്ക് വരുമ്പോൾ 803 ലാസ്റ്റ് അഡ്മിഷൻ. ഇംഗ്ലീഷിനെ പോലെ തന്നെയാണ്. അതുപോലെ സെൽഫ് ഫിനാൻസിങ്ങിൽ 722 സെൻറ്റേഴ്സിൽ 713 ലാസ്റ്റ് നടന്നേക്കുന്ന അഡ്മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു റേഞ്ചിൽ ഏകദേശം 750 അല്ലെങ്കിൽ 750-ന് മുകളിൽ നമുക്ക് ഇൻഡെക്സ് മാർക്ക് വരുന്നു എങ്കിൽ മാത്രം നമ്മൾ മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ പ്രതീക്ഷിച്ചാൽ മതിയാകും സോഷ്യൽ സയൻസിന്. അതുപോലെ ഇനി ഫിസിക്കൽ സയൻസ് നോക്കിയാൽ 998 നമുക്ക് ഗവൺമെൻറ് കോളേജിലെ ലാസ്റ്റ് അഡ്മിഷൻ. അതുപോലെ 909 എയ്ഡഡ് കോളേജിൽ ലാസ്റ്റ് വന്നേക്കുന്ന അഡ്മിഷൻ. ഇനി 860 നമ്മുടെ യൂണിവേഴ്സിറ്റി സെൻറ്ററിൽ 791 മാർക്ക് ആണ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ. അപ്പോൾ ഏകദേശം 800 മാർക്കിന് മുകളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫിസിക്കൽ സയൻസിന് അഡ്മിഷൻ പ്രതീക്ഷിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ മെറിറ്റ് സീറ്റിൽ. ഇനി അടുത്ത് മാത്സ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മാത്സിന് വളരെ കൂടുതൽ മാർക്ക് 1000 നമ്മുടെ ഗവൺമെൻറ് ട്രെയിനിങ് കോളേജിലേക്ക് അഡ്മിഷൻ നടന്നത്. അതിന് തൊട്ട് താഴെ, അതായത് 968 മാർക്കാണ്
എയ്ഡഡ് കോളേജുകളിലേക്ക് മാത്സിന് അഡ്മിഷൻ നടന്നിട്ടുള്ളത്. അതേപോലെ തന്നെ സെൻറ്റേഴ്സിൽ 912 സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ 850 മാർക്കുമാണ് ലാസ്റ്റ് വന്നത്. ഈ ലാസ്റ്റ് 850 എന്നൊക്കെ പറയുമ്പോൾ സ്പോട്ട് അഡ്മിഷനിൽ വന്ന കുട്ടി ആയിരിക്കണം. അതുകൊണ്ടാണ് അത്രയും താഴേക്കുള്ള മാർക്കിൽ നമുക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു ഏകദേശം 875 അല്ലെങ്കിൽ 850 മുകളിൽ മാത്രമാണ് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് എങ്കിൽ മാത്രം നിങ്ങൾ മാത്തമാറ്റിക്സിന് അഡ്മിഷൻ പ്രതീക്ഷിച്ചാൽ മതി. മാത്തമാറ്റിക്സിനെ സംബന്ധിച്ച് കോളേജുകളുടെ എണ്ണം വളരെ കുറവാണ് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ മാത്തമാറ്റിക്സിന് അപ്ലൈ ചെയ്യുമ്പോൾ ഇൻഡെക്സ് മാർക്ക് നിങ്ങളെ നോക്കിയിട്ട് കുറവാണ് എന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് അഡ്മിഷൻ എടുക്കണോ വേണ്ടയോ എന്നുള്ളത് പ്രത്യേകമായിട്ട് തീരുമാനം എടുക്കേണ്ടതാണ്. ഇനി നാച്ചുറൽ സയൻസിൻ്റെ കേസിലാണെങ്കിലും 971 നമുക്ക് ഗവൺമെൻറ് ട്രെയിനിങ് കോളേജിൽ അഡ്മിഷൻ നടന്നത്. ലാസ്റ്റ് അഡ്മിഷൻ എയ്ഡഡ് കോളേജിലായപ്പോൾ അത് 879 സെൽഫ് ഫിനാൻസിങ്ങിലേക്ക് 731 അതുപോലെ യൂണിവേഴ്സിറ്റി സെൻറ്റേഴ്സിൽ 868 മാർക്കുമാണ് ലാസ്റ്റ് അഡ്മിഷൻ വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെയും നമുക്കൊരു ഏകദേശം 750 മാർക്കിന് മുകളിൽ നമുക്ക് ഇൻഡെക്സ് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അഡ്മിഷൻ സെൽഫ് ഫിനാൻസിങ്ങിലെങ്കിലും കിട്ടൂ എന്നുള്ളത് ഉറപ്പിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇത് കഴിഞ്ഞ വർഷത്തെ കുട്ടികളുടെ മാർക്കിനനുസരിച്ചാണ്. ഈ വർഷം അപ്ലൈ ചെയ്യുന്ന കുട്ടികളുടെ മാർക്കും അതുപോലെ തന്നെ എത്രത്തോളം കുട്ടികൾ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതിനെയൊക്കെ അനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വരാം. എങ്കിലും ഏകദേശം ഇത്രയെങ്കിലും മാർക്ക് നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ കിട്ടാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ മാർക്കിലുമൊക്കെ വളരെ കുറവായിരിക്കും സ്വന്തം ഇൻഡെക്സ് മാർക്ക് എന്നുണ്ട് അറിയാമെന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് കോട്ടയിലേക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. ഞങ്ങളുടെ കോളേജ്, അതായത് മെഡ്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ചാവർകോട് വർക്കല, അവിടെ മാനേജ്മെൻറ്റ് സീറ്റിലേക്കുള്ള അഡ്മിഷൻ തുടങ്ങിക്കഴിഞ്ഞു. മിക്ക കോളേജുകളിലേക്കും അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് മാനേജ്മെൻറ്റ് സീറ്റിലേക്ക്. അപ്പോൾ മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് അഡ്മിഷൻ വേണമെന്നുള്ളവർ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അവിടെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് സീറ്റ് നിങ്ങൾക്ക് നേരത്തെ തന്നെ ഉറപ്പിക്കാൻ സാധിക്കും. ഇതിൽ കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അടുത്ത മെറിറ്റ് സീറ്റിൽ കിട്ടാൻ സാധ്യതയുള്ളൂ എന്നുള്ള രീതിയിൽ ഇതിന് നമുക്കൊരു കൃത്യമായ ഒരു അളവ് അല്ലെങ്കിൽ കൃത്യമായ മാർക്ക് എന്നല്ല എങ്കിൽ തന്നെയും ഏകദേശം ഈ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. തൊട്ടടുത്ത ദിവസങ്ങളിലേക്ക് തന്നെ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് തയ്യാറെടുക്കേണ്ടത് എന്നുള്ളത് തൊട്ടടുത്ത് തന്നെ വീഡിയോ വരുന്നുണ്ട്. നമുക്ക് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങാം. ഏവർക്കും നിഷാസ് എഡ്യൂക്കേഷൻ ഹബിൻ്റെ ആശംസകൾ.